എത്രയൊക്കെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയാലും മാറ്റം വരാത്ത ഒന്നാണ് മലയാളികളുടെ നാട്ടാനപ്രേമം. ആചാരങ്ങളുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്നതിനാൽ ആനകളുടെ സഹനങ്ങളും കഷ്ടപ്പാടും അധികം ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. ആനകൾ നേരിടുന്ന ക്രൂരതകളെക്കുറിച്ചും നാട്ടാനകളുടെ പരിപാലനത്തിൽ നിലവിലെ നിയമത്തിലെ അപ്രായോഗികതയുമാണ് ഇതിന് കാരണം. കഴിഞ്ഞ ദിവസം വന്ന ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം പോലും ഇതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. മലബാർ മേഖലയിൽ ഈ വർഷത്തെ പൂരക്കാലത്തിന് തുടക്കമായി. അതിനിടെയാണ് ഹൈക്കോടതി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കർശന നിർദ്ദേശങ്ങൾ ഇന്നലെ വീണ്ടും പുറത്തിറക്കിയത്. ആന എഴുന്നള്ളിപ്പ് മതാചാരമല്ല എന്നും നാട്ടാനകളുടെ ജീവിതം നാസി ക്യാമ്പുമായൊക്കെ കോടതി ഉപമിച്ചു. ആനകളുടെയും പൊതുജനത്തിന്റെയും സുരക്ഷ പരിഗണിച്ചാണ് കോടതി ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തിയതെങ്കിലും കർശനമായ നിർദ്ദേശങ്ങൾ എത്രത്തോളം പ്രായോഗികമാണെന്നത് ചോദ്യമായി നിലനിൽക്കുന്നു. നിയമത്തിന്റെ നൂലാമാലകളുടെയും ഉത്സവ കമ്മിറ്റിക്കാരുടെ കിടമത്സരങ്ങളുടെയും മുതലാളിമാരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കുമിടയിൽ തന്റെ ഭാഗം പറയാൻ കഴിയാതെ ദുരിതമനുഭവിക്കുന്നത് ആന മാത്രമാണ്. നിലവിൽ ആന എഴുന്നള്ളിപ്പിൽ കോടതിയുടെ നിർദ്ദേശം 2003 കേരള ക്യാപ്റ്റീവ് എലഫന്റ് മാനേജ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് റൂളിലും അതിന്റെ 2012 ഭേദഗതിയിലും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളവ തന്നെയാണ്. എന്നിട്ടും ഇവയിലെ പലതും ഇപ്പോഴും പ്രാവർത്തികമാക്കാൻ കഴിയാത്തത് ആന പരിപാലനത്തിനെ പറ്റിയുള്ള കൃത്യമായ ശാസ്ത്രീയ ധാരണ ഇല്ലാത്തതുകൊണ്ടും നിയമങ്ങൾ പിന്തുടരാനുള്ള പ്രായോഗിക തടസ്സങ്ങൾ കൊണ്ടുമാണ്. ആന അനുഭവിക്കുന്ന ദുരിതങ്ങളെപ്പറ്റി കുറച്ചെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ആനയുടെ പ്രത്യേകതകളെപ്പറ്റി മനസ്സിലാക്കണം. മനുഷ്യരെ പോലെ വിയർപ്പ് ഗ്രന്ഥികൾ ആനകൾക്കില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്കൊരു പരിധിയിലധികം ചൂട് താങ്ങാൻ കഴിയില്ല. വലിയ ചെവികൾ വീശിയും തണലുകളിൽ അഭയം പ്രാപിച്ചും വെള്ളവും മണ്ണുമൊക്കെ ദേഹത്തേക്ക് തളിച്ചാണ് ശരീര താപനില നിയന്ത്രിക്കുന്നത്. ഇത്തരത്തിലൊരു ജീവിയെയാണ് പൂരത്തിന് മണിക്കൂറുകളോളം വെയിലത്ത് നിർത്തുന്നത്. പൂരം എഴുന്നള്ളിപ്പ് സമയത്ത് ആനകൾക്ക് വെള്ളം നൽകാറില്ല. ഇതിന് കാരണം കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം താപനില നിയന്ത്രിക്കാനായി ആന ദേഹത്ത് തളിക്കും. വെയിലത്ത് നിർത്തുന്ന ആനയെ നനവുള്ള ചാക്ക് വിരിച്ച് അതിൽ നിർത്തണമെന്ന നിർദ്ദേശമുണ്ട്. എന്നാൽ വെയിൽ കൊണ്ട് ചാക്ക് ചൂടാകുമ്പോൾ പുറത്തേക്ക് വരുന്ന ആവി ആനകൾക്ക് കൂടുതൽ ചൂട് മാത്രമാണ് നൽകുക. വളരെ സ്വാഭാവികമായ ഒന്നായ മതപ്പാടിനെ പറ്റി പോലും കൃത്യമായ ധാരണ ഇന്നും പൊതുജനങ്ങൾക്കില്ല. ഈ മതപ്പാടിന്റെ ശക്തി കുറയ്ക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ ഉള്ള ചില വാക്സിൻസ് ലോകത്ത് അവൈലബിൾ ആണ്. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇപ്പോൾ ധാരാളമായിട്ട് ആനകൾ ഉപയോഗിക്കുന്ന ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഏകദേശം 1.5 മാസത്തിലധികം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സ്വാഭാവിക ഹോർമോൺ ഇംബാലൻസ് പീരീഡ് മാത്രമാണിത്. ഈ സമയത്ത് ആനകളെ കെട്ടിയിടുക എന്നത് ഒരു പരിധിവരെ ക്രൂരമായ ഒന്നാണെങ്കിലും നാട്ടാനകളുടെ കാര്യത്തിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലതാനും. ഈ സമയങ്ങളിൽ ഇണചേരാനുള്ള അവസരം ഒരുക്കി കൊടുത്താൽ പോലും മതപ്പാട് ശമിക്കാൻ പോകുന്നില്ല എന്നത് മറ്റൊരു വസ്തുത. മതപ്പാട് വരാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ല, ആരോഗ്യമുള്ള ഒരു ആനയ്ക്കാണ് മതപ്പാട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യം ഒരല്പം ക്ഷയിപ്പിച്ച് ആനകൾ മതപ്പാടിലേക്ക് വരാതിരിക്കാനുള്ള ശ്രമവും പലരും നടത്തും, അല്ലെങ്കിൽ നടത്തുന്നുണ്ട്. ആനകളുടെ പരിപാലനത്തിന് നിയമങ്ങളുണ്ടെങ്കിലും അതിന്റെ നടത്തിപ്പിലെ സാങ്കേതിക തടസ്സങ്ങൾ ഏറെയാണ്. ഒരു പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് വേറൊരു പഞ്ചായത്തിൽ പോയി ഒരു ആനയെ ചികിത്സിക്കാൻ അയാളുടെ പ്രവൃത്തി സമയത്തൊക്കെ നിയമ തടസ്സങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തുക. ആനകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ആ രീതിയിൽ എനിക്ക് തോന്നുന്നു മൃഗസംരക്ഷണ വകുപ്പും വനം വകുപ്പും കൂടി കുറേ കൂടി ഒരു സഹകരണത്തിൽ പോവുകയാണെങ്കിൽ ഇതിൻ്റെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും അസുഖങ്ങൾ വരാതിരിക്കാനുള്ള വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് കുറേ കൂടി കാര്യക്ഷമമായിട്ട് ചെയ്യാൻ കഴിയും. പാപ്പാന്മാർക്കുൾപ്പെടെ കൃത്യമായ പരിശീലനവും ശാസ്ത്രീയമായ പഠനങ്ങളും പ്രായോഗികമായ നിയമനിർമ്മാണവും കൊണ്ട് മാത്രമേ ആന സംരക്ഷണം കൂടുതൽ ശക്തമാക്കാൻ കഴിയുകയുള്ളൂ. നിയമം മൂലം ഇരുമ്പ് തോട്ടിയുടെ ഉപയോഗം നിരോധിച്ചതാണെങ്കിലും സമ്പൂർണ്ണ നിരോധനം ഇപ്പോഴും വിദൂരത്താണ്. നാട്ടാന പരിപാലന മേൽനോട്ടത്തിനായി 2012 നിയമ ഭേദഗതി പ്രകാരം ഓരോ ജില്ലയിലും കലക്ടർ ചെയർമാനായ കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഈ കമ്മിറ്റി ആനയെ ആഘോഷങ്ങളിൽ ഉൾപ്പെടുത്തുന്ന പ്രവണതയെ നിരുത്സാഹപ്പെടുത്തണമെന്ന നിർദ്ദേശവുമുണ്ട്. ഇവയൊക്കെ എത്രത്തോളം പിന്തുടരുന്നുണ്ട് എന്ന് ചോദ്യമായി ഇന്നും നിലനിൽക്കുന്നു. ആനയുടെ പരിപാലന ചെലവും ആനയിൽ നിന്നുള്ള വരുമാനവും തമ്മിലുള്ള വലിയ അന്തരമാണ് മികച്ച പരിപാലനം നൽകുന്നതിൽ നിന്നും ഉടമസ്ഥരെ പിന്നോട്ട് വലിക്കുന്നത്. ഒരിക്കലും മനുഷ്യനായി ഇണങ്ങാൻ സാധ്യതയില്ലാത്ത, എന്നാൽ ഇന്നും ആചാരങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ആനകൾ. ആചാരങ്ങൾക്കുപരി ആഘോഷ കമ്മിറ്റിക്കാർ ഉൾപ്പെടുന്നവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് ബലിയാടാവുകയാണ് ആനകൾ പലപ്പോഴും. ഉത്സവങ്ങളുടെ മാറ്റുകൂട്ടുന്നതിന് ആനകൾ അനിവാര്യമാണെങ്കിലും ആനകളുടെ എണ്ണം പരിധിയിലധികമാവാതെ നോക്കിയാൽ തന്നെ ഒരു പരിധിവരെ കാര്യങ്ങൾ സുഖകരമാകും. ശാശ്വത പരിഹാരം ഇന്നും വിദൂരത്താണെങ്കിലും ചെറിയ മാറ്റങ്ങൾ പോലും ആനകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വഴിവെക്കും. ന്യൂസ് ഡെസ്ക്, News 18.